വാട്സ്ആപ്പ് ഗീസ് വോയിസ്മെന്റ് നാസിമാണ്. സാംസങ്ങിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള എം സീരീസിലെ മോൺസ്റ്റർ സീരീസിലുള്ള M55ഉം M15ഉം ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ M55 എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ അൺബോക്സിംഗും ഫുൾ സ്പെസിഫിക്കേഷൻ ആൻഡ് റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. സാംസങ് M55 5G എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ ക്രിയേറ്റേഴ്സ് ബോക്സ് ആണിത്. ഇത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആദ്യം തന്നെ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് നോക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ M55 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്, സീൽഡ് ആണ്. ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് എന്തൊക്കെ ആക്സറീസ് ആണ് സാംസങ് നമുക്ക് നൽകുന്നത് നോക്കാം. ആദ്യം തന്നെ മൊബൈൽ ഫോൺ ഉണ്ട്. മൊബൈൽ ഫോൺ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സിം ഇജക്ടർ ടൂൾ ഉണ്ട്, Type-C to ടൈപ്പ് ചാർജിങ് കേബിൾ ഉണ്ട്. മൊബൈലിലേക്ക് വരാം. മൊബൈലിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യം ഫസ്റ്റ് ഇംപ്രഷൻ തോന്നുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള മൊബൈൽ ഫോണിന്റെ ഒരു ലുക്ക് ഇതിൽ വരുന്നുണ്ട്. കാരണം ഒരു ഗ്ലോസി ടൈപ്പുള്ള ഡബിൾ ഷെയ്ഡ് കളർ എല്ലാം കയറി വരുന്നുണ്ട്. വളരെ പ്രീമിയം സെഗ്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴും അത്തരത്തിൽ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ബോട്ടം സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മൈക്ക് കാണാം, സ്പീക്കർ ഗ്രിൽ കാണാം, Type-C ചാർജിങ് പോർട്ട് കാണാം. ടോപ്പിലേക്ക് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള സിം സ്ലോട്ട്, റൈറ്റ് സൈഡിൽ വോളിയം പവർ ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം തന്നെ സാംസങ് M55 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസൈൻ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 7.8 mm ആണ് ഇതിന്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തേക്കാളും കുറച്ചുകൂടി സ്ലിം ആക്കിയിട്ടുണ്ട് സാംസങ്. അതേപോലെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 180 ഗ്രാം ആണ് വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ തവണ M54 സാംസങ് 6000 mAh ബാറ്ററിയാണ് കൊടുത്തിരുന്നത്. ഈ ഒരു തവണ അത് 5000 mAh മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സാംസങ് ഈ ഒരു 6000 mAh മാറ്റിയതിനു ശേഷം 5000 mAh M55 ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയുടെ വഴിയെ പറഞ്ഞു തരാം. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ സൂപ്പർ AMOLED പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ വിഷൻ ബൂസ്റ്റർ സപ്പോർട്ട് ആണ്. M55 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ Android 14 ആണ് വരുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ UI-ലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സാംസങ്ങിന്റെ ഏറ്റവും പുതിയ UI ആയിട്ടുള്ള 6.1 ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 4 കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും ആൻഡ്രോയിഡ് 19 വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, എല്ലാ അപ്ഡേറ്റും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സിം സ്ലോട്ടിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള സിം സ്ലോട്ട് ആണ് വരുന്നത്. ഒരേ സമയം നിങ്ങൾക്ക് 2 നാനോ സിമോ ഇല്ലെങ്കിൽ ഒരു സിം കാർഡോ ഒരു മെമ്മറി കാർഡോ യൂസ് ചെയ്യാൻ സാധിക്കും. മെമ്മറി വേരിയന്റിലേക്ക് വന്നു കഴിയുമ്പോൾ സാംസങ് ഇത്തവണ ഒരു അപ്ഡേഷൻ കൂടി ചെയ്തിട്ടുണ്ട്. 8128, 8256 എന്നുള്ള 2 വേരിയന്റിലാണ് M സീരീസ് മോൺസ്റ്റർ സീരീസ് വന്നുകൊണ്ടിരുന്നത്. ഇത്തവണ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ടോൾ 256 എന്ന് പറയുന്ന ഒരു വേരിയന്റ് കൂടി സാംസങ് M55 എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാമറയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. മെയിൻ ക്യാമറ 50 മെഗാ പിക്സൽ ആണ്. 1.8 അപ്പറേച്ചർ വരുന്ന ഒരു വൈഡ് ആംഗിൾ ലെൻസ് ആണ് ഇതിൽ വരുന്നത്. സെക്കൻഡറി ക്യാമറ ആയിട്ട് 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. 2.2 ആണ് അപ്പറേച്ചർ വരുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ തേർഡ് ക്യാമറ ആയിട്ട് വരുന്നത് 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസർ ആണ് വരുന്നത്. ഇതിന്റെ അപ്പറേച്ചർ എന്ന് പറയുന്നത് 2.4 ആണ്. സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ 4K സപ്പോർട്ടുള്ള സെൽഫി ക്യാമറ M55 എന്ന് പറഞ്ഞ ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. മെയിൻ ക്യാമറ ഉപയോഗിച്ച് OIS സപ്പോർട്ടോട് കൂടി 30 FPS 4K ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും സാംസങ് നൽകുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത്. 3.5 mm ഒരു ഓഡിയോ ജാക്ക് ഇതിൽ വരുന്നില്ല. അഡീഷണൽ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ NFC സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ റേഡിയോ ഇതിൽ വരുന്നില്ല. USB Type-C 2.2 ആണ് വരുന്നത്. OTG സപ്പോർട്ട് ആണ്. ബ്ലൂടൂത്തിന്റെ 5.2 ആണ് വരുന്നത്. ഫിംഗർ പ്രിന്റ് സെൻസറിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. ഇനി നമുക്ക് ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു M54 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ 6000 mAh ബാറ്ററിയാണ് സാംസങ് കൊടുത്തിരുന്നത്. പക്ഷേങ്കിൽ ഇത്തവണ മോൺസ്റ്റർ സീരീസ് M55 വന്നു കഴിഞ്ഞപ്പോൾ 5000 mAh കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മാറ്റം ബാറ്ററിയിൽ വരുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ തവണ നമുക്ക് 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വന്നിരുന്നെങ്കിൽ ഇത്തവണ ആദ്യമായിട്ട് M സീരീസിൽ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു 6000 mAh മാറ്റിയിട്ട് 5000 mAh ബാറ്ററി കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ M സീരീസ് നോർമലി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബൾക്ക് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം 6000 mAh നിന്നും 5000 mAh സാംസങ് ബാറ്ററി കപ്പാസിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വില വിവരങ്ങൾ അറിയാനായിരിക്കും. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിട്ടുള്ള 8128 എന്ന് പറയുന്ന വേരിയന്റിന് 26,999 ആണ് വരുന്നത്. പക്ഷേ 25,000 രൂപയിൽ താഴെ നമുക്ക് വാങ്ങാൻ സാധിക്കും. 2000 രൂപയുടെ ക്യാഷ് ഓഫർ സാംസങ് നൽകുന്നുണ്ട്. അങ്ങനെ 24,999
29,999 കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ വേരിയന്റ് ആയിട്ടുള്ള 8256 നമുക്ക് 29,999 ആണ് വരുന്നത്. 2000 രൂപയുടെ ക്യാഷ് ഓഫർ കിഴിച്ചതിന് ശേഷം 27,999 കിട്ടുന്നുണ്ടായിരിക്കും. ഇനി എം സീരീസിലെ ഇത്തവണ 12256 എന്ന് പറയുന്ന ഒരു വേരിയന്റ് കൂടി സാംസങ് ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 32,999 ആണ്. ഇതിനും 2000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. അങ്ങനെ 30,999 നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ സാധിക്കും. ഏതായാലും 8128 എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ 8256 ഇല്ലെങ്കിൽ 12256 കുറച്ചുകൂടി ക്യാഷ് ഇട്ടതിന് ശേഷം എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത്രത്തോളം പെർഫോമൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. എം സീരീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു പാക്കേജുമായിട്ടാണ് സാംസങ് M55 ഇത്തവണ ലോഞ്ച് ആക്കിയിരിക്കുന്നത്. ഏതായാലും പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.